ഹായ് ഫ്രണ്ട്സ്, വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഇതുപോലെയൊക്കെയുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ മിസ്സാവാതെ കിട്ടാൻ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ തലേന്നൊക്കത്തെ ചോറൊക്കെ ബാക്കി വരികയാണെങ്കിൽ നമുക്കിതുപോലെ തയ്യാറാക്കാം. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ചോറാണെങ്കിൽ തയ്യാറാക്കുന്നതിന് കുറച്ച് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പൊക്കെ മാറിയ ശേഷം വേണം നമുക്കിത് തയ്യാറാക്കാൻ. അപ്പോൾ ഒരു അരക്കപ്പ് ചോറ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് മാറ്റിയ ചോറിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് അതുപോലെ നന്നാക്കിയിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോറ് അടിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ അടിച്ചെടുത്തിട്ടുള്ള ചോറിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബാറ്ററി ലൂസാക്കിയിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കണക്ക് ഞാൻ കറക്റ്റ് പറയുന്നില്ല. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കി നോക്കാം. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഒരുപാട് തിക്കായിട്ടല്ലാത്തൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ആവശ്യമാണെങ്കിൽ ബാക്കി കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് നമുക്കൊരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയോ ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത്. അപ്പോൾ തയ്യാറാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡിയാണ്. നെക്സ്റ്റ് നമുക്കൊരു പാന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടി ഒരു പാൻ ഇവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുവാണ്. അപ്പോൾ പാന് നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ പാൻ ആയതുകൊണ്ട് തന്നെ 3 വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ ദോശമാവൊക്കെ പരത്തുന്ന പോലെ കോരി ഒഴിച്ചിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്തിയെടുക്കണ്ട. ജസ്റ്റ് ആ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ ഒരു കട്ടിയിൽ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മറിച്ചിടുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് ഗീ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാം. അതുകൊണ്ട് തന്നെ ഒരല്പം മുരിയിച്ചിട്ട് എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് ഒന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മറ്റേ സൈഡ് കൂടെ നന്നായിട്ട് തന്നെ വെന്ത് വരുന്നവരേക്കും നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ മതിയാവും കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പാനിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഇനി ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് ചോറിലുള്ള അളവിലാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ചോറൊക്കെ എടുക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസിലൊക്കെ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് വേണം എടുക്കാൻ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഇനിയുള്ള റെസിപ്പീസൊക്കെ മിസ്സാവാതെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്